മാതരമൊക്കെ ചൊല്ലി എന്ന് പറയുന്നു. വന്ദേ മാതരവും മറ്റേ ജനഗണമനയും ഒക്കെ നമ്മൾ ഒന്നിലും രണ്ടിലും ഒക്കെ എല്ലാ പാഠവും ഒക്കെ പഠിച്ചിട്ടില്ലേ? എന്താ ഉള്ളൂരിന്റെ ഒരു കവിത, അന്നൊന്നും നമുക്കില്ലാത്ത എന്താ അസ്വസ്ഥതയാണ് ശശികല ടീച്ചറെ നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാകേണ്ടത്. ഉള്ളൂരിന്റെ ഒരു കവിത, ബഷീറിന്റെ ഒരു കഥ, അല്ലേ? അപാത്തുമ്മയുടെ ആട്, അതല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യനായിട്ടുള്ള എഴുത്തുകാരുടേതായ നമ്മൾ അവരുടെയൊക്കെ നോവലുകള്, MTയുടെ നാലുകെട്ട്, ഇതൊക്കെ പഠിച്ചപ്പോഴും കഥ പഠിച്ചപ്പോഴും കവിത പഠിച്ചപ്പോഴും ഒന്നും നമുക്കില്ലാതിരുന്ന എടശ്ശേരി, അന്നും നമ്മുടെ എടശ്ശേരി എന്നാ പറയാറുള്ളൂ. അങ്ങേര് നായരാണോ ഗോവിന്ദൻ നായരാണോ എന്ന് നോക്കാറില്ല. M മുകുന്ദൻ അങ്ങേര് മാഹിക്കാരനാണ് എന്നേ തിരിയാറുള്ളൂ. അങ്ങേര് SNDP കാരനായിരുന്നോ എന്ന് ചിന്തിച്ചിട്ടില്ല. സുകുമാർ അഴീക്കോട് അത്രേ ഉള്ളൂ. ആരാ ഏത് ജാതിയിൽ നിന്നുകൊണ്ടാണ് സിനിമ പിടിച്ചിരുന്നത്? കമലുദ്ദീനാണോ എന്ന് ചിന്തിച്ചിരുന്നില്ല. ഇതൊക്കെ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് നിന്ന് വന്ന് ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ നിർമ്മിച്ച അപനിർമ്മിതികളാണ്. എങ്കിൽ പ്രധാനമന്ത്രി മോദിജി വർഗീയത കൊണ്ടുവന്നു എന്ന് പറയുന്നതല്ല, വർഗീയത മോദിജിയെ കൊണ്ടുവന്നു എന്ന് പറയുന്നതായിരിക്കും ഏറെ ശരി. നിങ്ങളൊക്കെ പുച്ഛത്തോടെ വർഗീയത എന്ന് വിശേഷിപ്പിക്കുന്ന എല്ലാ മതങ്ങളെയും സംസ്കാരങ്ങളെയും സ്നേഹിക്കുക എന്ന ഭാരതത്തിന്റെ പൈതൃക സംസ്കാരമായ ഹൈന്ദവ സംസ്കാരത്തിന് ഇവിടെ മറ്റ് വർഗീയതകളൊക്കെ വളർന്നപ്പോൾ ക്ഷതം ഏൽക്കും എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ദേശസ്നേഹികളായ ആളുകൾ ഉണർന്നു. അതിൻ്റെ ഫലമായിട്ട് അവർ ദേശസ്നേഹത്തെ പിന്തുണയ്ക്കുന്ന BJPയെ പിന്തുണച്ചു. അങ്ങനെ BJP വളർന്നു. ആ BJP നൽകിയ സംഭാവനയാണ് ലോക നേതാവായ നരേന്ദ്രമോദിജി.